ഡോക്ടർ ശ്രീകുട്ടി ഒരു സ്ത്രീയെ ദാരുണമായി വാഹനം ഇടിച്ച് കൊലപ്പെടുത്തിയ കേസിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട രണ്ടുപേരിൽ ഒരാളാണ് ഡോക്ടർ ശ്രീകുട്ടിയും അജ്മലും. ശ്രീകുട്ടിക്ക് ജാമ്യം ലഭിച്ചിരിക്കുന്നു. അതിൻ്റെ വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? ഇവിടെ കൊല്ലം അഡീഷണൽ സെഷൻസ് കോടതി ആദ്യം ശാസ്താംകോട്ട കോടതി ഈ കേസിലെ രണ്ട് പ്രതികളുടെയും ജാമ്യാപേക്ഷ തള്ളിക്കളഞ്ഞിരുന്നു. പ്രതികൾ മദ്യലഹരിയിൽ ഈ കൊലപാതകം നടത്തി, അതായത് അജ്മൽ കൊലപ്പെടുത്തി ശ്രീകുട്ടി പ്രേരണ നൽകിയെന്നാണ് കേസ്. അത് അംഗീകരിച്ചുകൊണ്ടാണ് ശാസ്താംകോട്ട കോടതി ഇത് ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി ജാമ്യാപേക്ഷ തള്ളിക്കളഞ്ഞത്. പക്ഷേ ശനിയാഴ്ച സെഷൻസ് കോടതിയിൽ ഇവരുടെ വാദം പൂർത്തിയായി. ഇത് ജാമ്യാപേക്ഷ നൽകിയിരുന്നു. അതിൽ ശനിയാഴ്ച വാദം പൂർത്തിയായി. ഇന്നലെ വൈകിട്ടോടുകൂടി അവർക്ക് ജാമ്യം കോടതി അനുവദിച്ചു. ശ്രീകുട്ടി ജയിലിൽ നിന്നും പുറത്തിറങ്ങി. എന്താ ജാമ്യം അനുവദിച്ചതിനകത്ത് പറഞ്ഞിരിക്കുന്നത്? അതെ, അതായത് കേസ് സാധാരണ പറയുന്നതൊക്കെ തന്നെ, കേസിനെ അട്ടിമറിക്കാൻ ശ്രമിക്കരുത്, സാക്ഷികളെ സ്വാധീനിക്കാൻ ശ്രമിക്കരുത്, ഇങ്ങനെയുള്ള കുറെ നിബന്ധനകൾ. അത് സാധാരണ എല്ലാ ജാമ്യാപേക്ഷയിലും കോടതി പറയുന്ന നിബന്ധനകളാണ് നൽകിയിരിക്കുന്നത്. ഇത്ര 14 ദിവസമായിട്ട് നമ്മുടെ തിരുവനന്തപുരത്തെ അട്ടക്കുളങ്ങര ജയിലിലാണ്, വനിതാ ജയിലിലാണ് ഈ ഡോക്ടർ ഉണ്ടായിരുന്നത്. ഇന്നലെ അവർ പുറത്തിറങ്ങിയിരിക്കുന്നു. ഇനിയിപ്പോൾ അജ്മലാണ് ഈ കേസിലെ ഒന്നാം പ്രതി. നരഹത്യാ കുറ്റമാണ് അയാൾക്കെതിരെ ചുമത്തിയിരിക്കുന്നത്. അയാൾ ഇതുവരെ ജാമ്യാപേക്ഷയുമായി സെഷൻസിലേക്ക് വന്നിട്ടില്ല. ഇതുവരെ അയാൾ ജാമ്യാപേക്ഷ സമർപ്പിച്ചിട്ടില്ല. ജാമ്യാപേക്ഷ സമർപ്പിച്ചാലും ഉടനെ ഒന്നും കിട്ടത്തില്ല എന്ന് അയാൾക്ക് അറിയാവുന്നതുകൊണ്ട് അവരുടെ അഭിഭാഷകർക്ക് അറിയാമല്ലോ, ഉടനെ ഒന്നും ജാമ്യാപേക്ഷ പരിഗണിച്ചാൽ കിട്ടത്തില്ല, നരഹത്യാ കുറ്റമായതുകൊണ്ട്. അപ്പോൾ കുറച്ചുകൂടി കഴിഞ്ഞ് സെഷൻസിൽ കൊണ്ടുവന്ന് ഈ ജാമ്യാപേക്ഷ തള്ളിച്ചുകൊണ്ട് ഹൈക്കോടതിയിലേക്ക് പോകാനുള്ള ശ്രമം അവർ നടത്തുള്ളൂ. സെഷൻസിൽ തള്ളി ഹൈക്കോടതി പോയി ജാമ്യം എടുക്കാൻ നോക്കും. സെഷൻസിൽ നിന്ന് ജാമ്യം കിട്ടാൻ ഈ കേസിൽ പാടായിരിക്കും. അപ്പോൾ ഇവിടുന്ന് തള്ളിക്കൊണ്ട് കേസ് ജാമ്യം തള്ളി കഴിയുമ്പോൾ ഇവിടുന്ന് തള്ളാതെ അങ്ങ് ഹൈക്കോടതിയിലോട്ട് ജാമ്യാപേക്ഷയായിട്ട് ചെല്ലാൻ പറ്റൂലല്ലോ. അപ്പോൾ നേരെ ഇവിടുന്ന് തള്ളിക്കൊണ്ട് അങ്ങ് ഹൈക്കോടതിയിലേക്ക് പോകാനുള്ള ശ്രമമേ അവർ ഇക്കാര്യത്തിൽ നടത്തത്തുള്ളൂ. ഇവര് ലഹരി ഉപയോഗിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് അതിന്റെ രക്തസാമ്പിൾ എടുക്കുകയൊക്കെ ചെയ്തു. അതിന്റെ റിസൾട്ട് ഒന്നും ആയിട്ടില്ല. അതിന്റെ റിസൾട്ട് ഒന്നും ആയിട്ടില്ല. നിലവിൽ അവർക്ക് ഡ്രങ്ക് ആൻഡ് ഡ്രൈവിംഗിന്റെ കേസാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇവർക്ക് ഡ്രങ്ക് ആൻഡ് ഡ്രൈവിംഗ് വരത്തില്ല, കാരണം ഇവർ കാറിന്റെ പിൻസീറ്റിലായിരുന്നു എന്നാണ് പറയുന്നത്. ഇപ്പൊ ഇവർ രണ്ടുപേരും മദ്യലഹരിയിലായിരുന്നു, മദ്യപിച്ചിരുന്നു എന്നുള്ളതിന്റെ മെഡിക്കൽ റിപ്പോർട്ട് ഉണ്ട്. ശ്രീകുട്ടിയെ കൊണ്ടുവരുമ്പോൾ തന്നെ മദ്യത്തിന്റെ സ്മെൽ ഉണ്ടായിരുന്നെന്നുണ്ട്. അതുപോലെ തന്നെ പരിശോധനയിൽ മദ്യപിച്ചിരുന്നു എന്നുള്ളതിന്റെ മെഡിക്കൽ റിപ്പോർട്ടുമുണ്ട്. അജ്മലിനെതിരെയും മെഡിക്കൽ റിപ്പോർട്ടുണ്ട്. മദ്യപിച്ചിരുന്നു എന്നുള്ളതിന്റെ മെഡിക്കൽ റിപ്പോർട്ട് അജ്മലിനെതിരെയുണ്ട്. പിന്നീട് അവരുടെ സാമ്പിൾ എടുത്ത് അയച്ചിരിക്കുന്നത്, അതായത് രാസലഹരിയുടെ എന്തെങ്കിലും ഇത് ഉണ്ടായിട്ടുണ്ടോ എന്ന് അത് കണ്ടെത്താനുള്ള ശ്രമമാണ്. ഇപ്പൊ നിലവിൽ ഇതുവരെ അതിന്റെ റിസൾട്ട് വന്നിട്ടില്ല എന്നാണ് എനിക്ക് മനസ്സിലാകുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഈ ശ്രീകുട്ടി, ഡോക്ടർ ശ്രീകുട്ടി എന്ന് പറയുന്ന ഈ സ്ത്രീക്ക് ഈ കേസിൽ പിടിച്ചു നിൽക്കാൻ പറ്റും. പിടിച്ചു നിൽക്കാൻ പറ്റും. പ്രേരണാ കുറ്റമൊന്നും തെളിയിക്കാൻ വലിയ പാടാണ്. പ്രേരണാ കുറ്റം തെളിയിച്ചെടുക്കുക എന്ന് പറയുന്നത്, അതായത് കാറിൽ ഇരുന്നുകൊണ്ട് ഒരാളെ വണ്ടി ഇടിച്ച് കൊലപ്പെടുത്താൻ പ്രേരണ നൽകി, കയറ്റി ഇറക്കിക്കൊണ്ട് പോകാൻ പ്രേരണ നൽകി എന്നല്ലേ കേസ് എഴുതിയിരിക്കുന്നത്. അത് തെളിയിക്കാൻ വലിയ പാടാണ്. വഫ അങ്ങനല്ലേ ഇറങ്ങിപ്പോയത്. ഈ ശക്തമായ സാക്ഷിമൊഴികൾ ഉണ്ടെങ്കിൽ നിലനിൽക്കത്തില്ലേ കേസ്? പൊതുസമൂഹമല്ലേ സാക്ഷികൾ? അവിടെ കൂടിയിരിക്കുന്ന ആളുകളാണല്ലോ സാക്ഷികൾ. ഇരിക്കുന്ന ചുറ്റും കൂടിയ കുറെ ആളുകളാണ് ഇതിന്റെ സാക്ഷികൾ. ആ സാക്ഷിമൊഴി ഉണ്ടായിട്ടൊന്നും ഈ കുറ്റം തെളിയിക്കാൻ പറ്റും. ഇവരെ കൊലപ്പെടുത്തിയ കുറ്റം തെളിയിക്കാൻ പറ്റും. അജ്മലിനെതിരെ ആ കുറ്റം ഉറപ്പായിട്ടും തെളിയും. ഈ അടുത്തിടയ്ക്ക് ഒരു കേസിലെ മദ്യപിച്ച ഒരാൾ ജീപ്പ് ഓടിച്ച് കൊലപ്പെടുത്തി 4 പേരെ കൊലപ്പെടുത്തിയ കേസിൽ അയാൾക്ക് ജീവപര്യന്തമാണ് കൊടുത്തിരിക്കുന്നത്. അതേതാണ്ട് ഒരു 2016 2014 കേസാണ്, പഴയ കേസാണ് കുറച്ച്. അയാൾ മദ്യപിച്ച് ജീപ്പ് പോയി 4 പേരെ, പിന്നെ ആദ്യം 2 പേർ സ്പോട്ടിൽ കൊല്ലപ്പെട്ടു, പിന്നെ 2 പേർ ചികിത്സയിലിരിക്കെ കൊല്ലപ്പെട്ടു എന്നാണ്. അയാൾക്ക് ജീവപര്യന്തമാണ് കൊടുത്തിരിക്കുന്നത്. അത് കേസ് ഇത്രയും വർഷങ്ങൾക്ക് ശേഷമാണ് അത് വിചാരണ നടത്തി അതിന്റെ കേസിന്റെ വിധിയൊക്കെ വരികയുണ്ടായത്. അല്ല, 4 അല്ല കേട്ടോ, 2 പേരെ കൊലപ്പെടുത്തി 2 പേർക്ക് ഗുരുതരമായി പരിക്കേറ്റു. അങ്ങനെയാണ് കേസ്. അപ്പൊ അത് ജീവപര്യന്തം കിട്ടിയിട്ടു. അപ്പൊ ഈ കേസ് തെളിയിക്കാൻ പറ്റും. ഇതിൽ CCTV ദൃശ്യവും കാര്യങ്ങളും ഒക്കെ ഉള്ളതുകൊണ്ട് ഇയാൾക്കെതിരെ തെളിയിക്കാൻ പറ്റും. ഇവിടെ ഉണ്ടാകുന്ന ഒരു സാധനം, ഈ ഡോക്ടറിന് പുറത്തിറങ്ങി ആരെയൊക്കെ ചികിത്സിക്കും എന്നുള്ളതാണ്. ഡോക്ടർ ഉടനെ ആരെയും ചികിത്സിക്കാൻ സാധിക്കില്ല. ഡോക്ടറുടെ ഈ ഹിസ്റ്ററി വെച്ചിട്ട് ഇനി ആശുപത്രികളിൽ
ഹോസ്പിറ്റലുകളിൽ ഡോക്ടറെ നിയമിക്കാനുള്ള സാധ്യത കുറവായിരിക്കും. എങ്ങനെയാ അവർക്ക് അവരുടെ ലൈസൻസ് കട്ടാക്കത്തോളത്തോളം കാലം അവർക്ക് അല്ല, ചികിത്സ പിന്നെ അവർക്ക് സ്വന്തമായി ക്ലിനിക്ക് തുടങ്ങാം. തുടങ്ങാം. സ്വന്തമായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്ത് മുന്നോട്ട് പോകാൻ സാധിക്കും. രോഗികളെത്തുമെന്നുള്ളത് എത്തായിരിക്കും. അതൊക്കെ ആര് കണ്ടു വരെ വ്യക്തമായിട്ട്. അത് ശരി. ഒരു ഫോട്ടോയിലുള്ള ഒരു ഫോട്ടോ മാത്രമല്ല, ഒരു ഫോട്ടോ മാത്രം, ആകെയുള്ള ഒരു ഫോട്ടോ, ബാക്കിയെല്ലാം എന്താ പറയാ ഫുള്ള് മുഖം മറച്ചുകൊണ്ടല്ലേ പോയിരിക്കുന്നത്. ആര് കണ്ട്? അത് ശരിയാവും. ശ്രീകുട്ടിമാർ ഈ നാട്ടിൽ എത്രയോ ഉണ്ട്. പിന്നെ വേറെ ഏതെങ്കിലും നാട്ടിൽ പോയി അവർക്കൊരു ക്ലിനിക്ക് ഇട്ട് വേറെ ഏതെങ്കിലും ഹോസ്പിറ്റൽ കിട്ടുമെന്നേ. ഈ നാട്ടിൽ എത്രയോ ഹോസ്പിറ്റലുകളുണ്ട്, എത്രയോ ആശുപത്രികളുണ്ട്. ഏതെങ്കിലുമൊക്കെ ആശുപത്രിയിൽ പോയി ജോലി ചെയ്യും. അവർക്ക് ഇത്രയും പിന്നെ ഒരു ക്രിമിനൽ സ്വഭാവം അവരുടെ ഉള്ളിലുണ്ട്. ഒരു ക്രിമിനൽ സ്വഭാവം ഉള്ളത് കൊണ്ടാണ് അവർ എന്ത് ചെയ്യുന്നത്, ഒരു ക്രിമിനലുമായി അടുത്തത്. അവരുടെ അമ്മ പറയുന്നത് എൻ്റെ മകളെ തട്ടിക്കൊണ്ടുപോയാലോ പറ്റിയ. പിന്നെ ഇത്രയും പ്രായമുള്ള ഒരു സ്ത്രീയെ എങ്ങനെ അയാൾ തട്ടിക്കൊണ്ടു പോകുന്നത്? ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ രാസലഹരി കൊടുത്ത് കൈക്കലാക്കുന്നതാണ്. അല്ല, ഇവര് നേരത്തെ ഉപയോഗിച്ചിട്ടുണ്ട്. കൊടുക്കുന്നതല്ലേ ഇത്. ഉപയോഗിച്ചത് കൊണ്ടാണ് ഇയാളെ കാണുമ്പോൾ ഇവര് തമ്മിൽ ഒരേ എന്താ പറയുന്നത് വേവ് ലെങ്ത് ഉള്ള ആളുകളാണ് എന്നുള്ളത് കൊണ്ടാണ് പെട്ടെന്ന് എടുക്കുന്നത്. അല്ല, ഇത് ഈ സാധനം എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഇത് കിട്ടും എന്നാകുമ്പോൾ ഇത് ആദ്യമൊക്കെ ചെറിയ അളവിൽ കിട്ടും. പിന്നീട് ഇതിങ്ങനെ അളവ് കൂടുതലായിട്ട് കൊടുത്ത് എന്താ പറയുക, ഒരു ഇരയെ തന്നിലേക്ക് അടുപ്പിക്കുന്ന ഒരു പ്രത്യേകതരം രീതിയാണ് ഈ സിന്തറ്റിക് ലഹരിക്ക്. ഇതിങ്ങനെ കൊടുത്ത് ഒരുപാട് കുട്ടികളുണ്ടെന്നേ. ഈ ശ്രീകുട്ടി മാത്രമല്ല, ശ്രീകുട്ടിമാർ നമ്മുടെ ചുറ്റും ഇഷ്ടം പോലെയുണ്ട്. ജോണിയുടെ തന്നെ നമ്മുടെ ഈ നഗരത്തിലെ പല ഭാഗങ്ങളിൽ നടന്ന ഒരുപാട് ശ്രീകുട്ടിമാരെ നമുക്ക് കാണാൻ പറ്റും. വെറുതെ നഗരത്തിൽ നടന്നാൽ മതി, ഒരുപാട് ശ്രീകുട്ടിമാരുണ്ട്, ഒരുപാട് അജ്മലുമാരും ഉണ്ട്. അജ്മലുമാരെയും ശ്രീകുട്ടിമാരെയും തട്ടിയിട്ട് ഇവിടെ പല സ്ഥലങ്ങളിലും നടക്കാൻ വയ്യാത്ത അവസ്ഥയാണ്. ഇഷ്ടം പോലെയുണ്ട്. നമ്മളിത് കാണുന്നതുമാണ്, ഈ സാധനം നമ്മൾ കാണുന്നതുമാണ്. നമുക്ക് ഈ എന്താ പറയുക, ഇവരുടെ ഒരു പെരുമാറ്റ രീതിയും ഈ ഇതൊക്കെ കാണുമ്പോൾ നമുക്കിത് മനസ്സിലാക്കും. ഇത് ലൈൻ വരയ്ക്കുക എന്ന് പറയും. ഇങ്ങനെ തട്ടിയിടും, എന്നിട്ട് അത് ലൈനായിട്ട് സെറ്റ് ചെയ്യും, എന്നിട്ടാണ് ഇത് വലിച്ചു കയറ്റുന്നത്. ലൈൻ വരയ്ക്കുക. അതിലൊരു 3-4 തവണ ഒക്കെ കഴിയുമ്പോൾ ഈ ലൈൻ ഇല്ലാതെ പറ്റാതാവും. പിന്നെ ഈ പിള്ളേരങ്ങ് പോകുന്നേ. പിന്നെ നമ്മൾ എന്ത് പറഞ്ഞാലും അതൊന്നും പറഞ്ഞിട്ട് കാര്യമൊന്നും, അവരുടെ ജീവിതം ആര് പറഞ്ഞാലും അവർ കേൾക്കില്ല. ആര് പറഞ്ഞാലും പല ഫാമിലീസിലും ഈ ഇപ്പം കുറച്ചുകൂടെ ഉയർന്ന ഫാമിലി ആണെങ്കിലും താഴ്ന്ന ഫാമിലി ആണെങ്കിലും ഒക്കെ അവരെന്താ പറയുക, അവർ മിണ്ടാതിരിക്കുകയാണ്. ഈ പേരൻസ് മിണ്ടാതിരിക്കുക. പേരൻസ് എന്ന് പറയാൻ അവർക്കൊന്നും പറയാൻ പറ്റുന്നില്ല. എന്ന് പറഞ്ഞാൽ സമൂഹത്തിൽ അവരുടെ വിലയിടിയുമെന്ന് കരുതിയിട്ട് മിണ്ടാതിരിക്കുന്ന എത്രയോ പേരൻസ് ഇവിടെ ഉണ്ടെന്ന് അറിയാമോ? ഇഷ്ടംപോലെ ആളുകളുണ്ട്. ഇഷ്ടംപോലെ നല്ല ഹൈ പ്രൊഫൈലിൽ നിൽക്കുന്ന ആളുകളുടെ മക്കളെ വരെ ഇത്തരം കയ്യിലാണ്. എത്രയോ പിള്ളേർ, എത്രയോ കുട്ടികൾ. ഞാനൊരിക്കൽ ഇതിൻ്റെയൊക്കെ കണക്ക് പറഞ്ഞില്ലേ. നമ്മളൊരു 2 തവണ നമ്മൾ ഈ വിഷയം ചർച്ച ചെയ്തു. ഇതിങ്ങനെ സിന്തറ്റിക് ഡ്രഗ് കൊടുത്ത് ഇവരുടെ കൈക്കലാക്കി പിന്നെ ഇവർ കൊണ്ടുപോവുക. 7 കേസ് ക്രിമിനലാണല്ലോ. 7 കേസ് ചന്ദനക്കടത്ത്, വണ്ടി മോഷണം എല്ലാം അവന്റെ പേരിലുണ്ട്. സാമ്പത്തികമായി ഇവരെ ചൂഷണം ചെയ്യുകയും കൂടെ ചെയ്തിട്ടുണ്ട്. സാമ്പത്തികമായി സമ്പത്ത് സ്വന്തമാക്കാൻ വേണ്ടിയിട്ടായിരിക്കും അവർ പക്ഷേ ഇവരെ കൂടെ കൂട്ടി അങ്ങനെ രണ്ടും ഉണ്ടാവും. രണ്ടും പലതരത്തിലുള്ള കാര്യമുണ്ടല്ലോ, പലതരത്തിലുള്ള കാര്യങ്ങളുണ്ട്. ഇതിപ്പോ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു എന്താ പറയുക, ഒരു സർക്കിള് പോലെയാണ്. അതായത് ആദ്യം ഒരുത്തൻ ഇറങ്ങിത്തിരിക്കും, അവൻ്റെ കയ്യിൽ ഈ സാധനം കാണും, അവൻ ഒരു കുട്ടിക്ക് കൊടുക്കും, ആ കുട്ടിയുടെ സുഹൃത്തിന് കൊടുക്കും, പിന്നെ ഇതിനിങ്ങനെ കറക്കി ഇത് ഇവൻ്റെ അടുത്തേക്ക് തന്നെ കൊണ്ടെത്തിക്കും. ഈ ഒരു സർക്കിളിലുള്ള എല്ലാ പിള്ളേരെയും അവിടേക്ക് എത്തിക്കും. അപ്പോൾ ഇവൻ ഈ സർക്കിള് കംപ്ലീറ്റ് ആവുന്ന സമയത്ത് ഇവനെന്ന് പറയുന്നത് 4-5 പേരായിട്ട് മാറും. 4-5 പേരായിട്ട് ഒരു അജ്മൽ എന്നുള്ളത് ഒരു 5 അജ്മലായിട്ട് മാറും. പിന്നെ ഈ 5 അജ്മലുമാര് ഉള്ളത്, പിന്നെ അവരെന്ത് ചെയ്യും, ഈ സർക്കിൾ ഇങ്ങനെ വളർത്തും. ഒരു കുട്ടിയെ കിട്ടിയാൽ ഇവരുടെ കയ്യിൽ ഏതെങ്കിലും ഒരു സ്ഥാപനത്തിൽ പഠിക്കുകയോ ഏതെങ്കിലും ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഹോസ്റ്റലിൽ കഴിയുകയോ അല്ലെങ്കിൽ PG എടുത്ത് താമസിക്കുകയോ അല്ലെങ്കിൽ സ്വന്തമായിട്ട് വീടെടുത്ത് കുറച്ച് കുട്ടികൾ താമസിക്കുകയോ ചെയ്യുന്നതിൽ ഏതെങ്കിലും ഒറ്റ കുട്ടിയെ അവരുടെ കൈ കിട്ടിയാൽ അത് ആ റൂമിലെ കംപ്ലീറ്റ് കുട്ടികളെ ഇവർ കൈക്കലാക്കിയിരിക്കും. അല്ലെ ആ കുട്ടിയുടെ സർക്കിളിലുള്ള ആരൊക്കെയാണോ ആ കുട്ടികളെ എല്ലാം അത് ഈ ആദ്യം ഇവര് ചൂഷണം ചെയ്യുന്ന ആ കുട്ടി തന്നെ പിന്നീട് മറ്റു കൂട്ടുകാരികളെ കൂടെ കൊണ്ടുവന്ന് കൊടുക്കും. അത് കുറച്ച് ഫ്രീഡം ഉള്ള കുട്ടികളെയാണ് ഇവർ നോക്കുന്നത്. അതായത് വീട്ടിൽ നിന്ന് എളുപ്പം ഇറങ്ങാൻ പറ്റുന്ന, രാത്രിയിൽ പുറത്തു പോകാൻ പറ്റുന്ന, അല്ലെങ്കിൽ ഇങ്ങനെ ഹോസ്റ്റൽ PG ഇങ്ങനെയൊക്കെ ദൂരെ, അതായത് വീട് വിട്ട് താമസിക്കുന്ന കുട്ടികളാണ് ഇവരുടെ ടാർഗറ്റ്.
അങ്ങനെയാണ് ഇവർ ഈ കുട്ടികളെ കൈക്കലാക്കിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ ഏത് ഇവിടെ പിന്നെ എക്സൈസുമായി ബന്ധപ്പെട്ട് എക്സൈസിന്റെ ഈ പറയുന്ന ഈ ഡി അഡിക്ഷനുമായി ബന്ധപ്പെട്ട ആളുകളോട് ഉദ്യോഗസ്ഥരോട് സംസാരിച്ച് അവർ നമ്മളിത് പറയും. ഇതിന്റെ മാർക്കറ്റിംഗ് രീതി അതാണ്. ഇത് പിന്നെ ഒന്ന് സാമ്പത്തിക ഇടപാട് കിടക്കും. ഇത് പിന്നെ ഈ ശൃംഖല വളരുമ്പോൾ പൈസ കൂടുതൽ കൊടുക്കാം കിട്ടും. അതായത് ഈ സാധനം കൊണ്ടുപോയി പുറത്തു കൊണ്ടുപോയി, ഞാനിപ്പോൾ രാവിലെ ഈ സാധനം എടുത്തുകൊണ്ട് ചെന്ന് ഇവിടെ പിന്നെ നാഷണൽ ഹൈവേയുടെ സൈഡിൽ കൊണ്ടുവച്ച് വിൽക്കാൻ പറ്റത്തില്ലല്ലോ. അത് പറ്റത്തില്ല. ഇതാകുമ്പോൾ ഈ പെൺകുട്ടികൾക്ക് കൊടുക്കുമ്പം ഒരു കുട്ടിക്ക് കൊടുത്തു, ആ കുട്ടിക്ക് ആദ്യം ഒരു സാമ്പിൾ കൊടുത്തു, പിന്നെ അതിനെ അഡിക്റ്റ് ആയി, പിന്നെ അതിന് കിട്ടാൻ വേണ്ടി അത് ക്യാഷ് കൊടുക്കും. ദെൻ ഈ കുട്ടി മറ്റൊരു കുട്ടിയോട് പറയും, ആ കുട്ടി അഡിക്റ്റ് ആവും, അതും ക്യാഷ് കൊടുക്കും. ഇത് സർക്കിൾ കറങ്ങി കറങ്ങി ഇവരിലേക്ക് എത്തും. എന്തായാലും ശ്രീകുട്ടിക്ക് ജാമ്യം കിട്ടിയിരിക്കുകയാണ്. ഇനി കേസ് കേസ് വാദം നടക്കും. ഞാൻ പറഞ്ഞില്ലേ, കുട്ടി അവര് ഉരിപ്പോവും, അവർക്ക് രക്ഷപ്പെട്ടു പോകാൻ സാധിക്കും. അജ്മൽ അകത്താവും. അജ്മൽ അകത്ത് പോകും. അത് ഒരു കുഞ്ഞുമോൾ എന്ന് പറഞ്ഞൊരു സ്ത്രീയെ വണ്ടി ഇടിച്ച് തറയിലിട്ടിട്ട് അവരുടെ മുകളിലൂടെ വണ്ടി കയറ്റി 2 തവണ കയറ്റി ഇറക്കാൻ, ആദ്യത്തെ തവണ വണ്ടി കയറാത്ത വണ്ടിയെ രണ്ടാമത് വലിച്ചു കയറ്റി കൊണ്ടുപോയി ആ സ്ത്രീയെ കൊലപ്പെടുത്തി കളഞ്ഞ ഒരാളാണ് അവൻ. അങ്ങനെ പുറത്ത് രക്ഷപ്പെട്ടു പോരണ്ട, അവൻ രക്ഷപ്പെടാൻ പാടില്ല. പിന്നെ ഇവർ ഈ ഇതിന് അഡിക്റ്റ് ആണെങ്കിൽ ഇവർക്ക് മാതൃകാപരമായിട്ട് ശിക്ഷിക്കണം. കാരണം ബാക്കിയുള്ള സ്ത്രീകുട്ടിമാർക്ക് ഒരു ഭയം വേണം. അങ്ങനെ രക്ഷപ്പെട്ടു പോയി കഴിഞ്ഞാൽ അയ്യോ എന്ത് നമ്മൾ പുറത്തൊക്കെ കറങ്ങി നടന്നാൽ ഈ കൂടെ ഉള്ളവനെ അകത്ത് പോകത്തുള്ളൂ എന്നൊരു ചിന്ത വരും. അങ്ങനെ രക്ഷപ്പെട്ടു പോകണ്ട. സിന്തറ്റിക് ഡ്രഗ് ഒക്കെ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അകത്ത് കിടക്കണം. മറ്റ് സ്ത്രീകുട്ടിമാരും പാഠമാവണം. വീണ്ടും ഒരു സ്ത്രീകുട്ടി ഉണ്ടാവാതെ ഇരിക്കട്ടെ. ശരി.